ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും ഈ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒരു 15 ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലാണ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും? അനീഷ് വന്നിട്ടുണ്ടല്ലോ. സെക്കൻഡ് അനീഷ് കേട്ടോ. പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് മുമ്പേ കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ ചോദിക്കാം. ഓർമ്മ ഉണ്ടോ നോക്കല്ലേ? ആരോട് ചോദിക്കണം? രണ്ടു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് പഴയതിലേക്ക് പുതിയതിലേക്ക് പോവാം. അതായിരിക്കും നല്ലത് അല്ലെ? സാധാ ചോദിക്കട്ടെ രണ്ടു ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ബ്രിക്സ് മീറ്റിംഗിന്റെ സമ്മിറ്റ്, ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ സമ്മിറ്റ് ചെയർ ചെയ്തത് ആരാണ്? ലാസ്റ്റ് സമ്മിറ്റ് ഇന്ത്യ. ഓക്കെ, ആരായിരുന്നു ചെയർമാൻഷിപ്പ്? ആരുടെ കീഴിൽ ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ്? നരേന്ദ്രമോദി. ആരാണ്? മോദിയാ? ഡിഫൻസ് മിനിസ്റ്റർ. കേട്ടില്ല. ഡിഫൻസ് മിനിസ്റ്റർ മോദിയ. എസ് ജയശങ്കർ. മറന്നുപോയി. മറവിയുണ്ട്. ഒരുപാട് ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മള്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട സ്കീമുകൾ കുറച്ച് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻസ് എടുക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എടുക്കണം. ഏത് സ്റ്റേറ്റ് ആണ് നീതി ആയോഗിന്റെ ടോപ്പ് റാങ്കില് SDG ഇൻഡെക്സ് ടോപ്പ് റാങ്കിങ്? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? യങ് വാരിയർ മൂവ്മെന്റ്. ഇത് ആരുടെ ഇനിഷ്യേറ്റീവ് ആണ്? യങ് വാരിയർ മൂവ്മെന്റ്. നോട്ട്സ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കി. ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിപ്പോവും. ഒരു പ്രാവശ്യം. CBSE. വെരി ഗുഡ്. ആരാ പറഞ്ഞ? ഓക്കെ. സവർക്കർ എ കോണ്ടസ്റ്റഡ് ലെഗസി. റീസെന്റ് ഇറങ്ങിയ ഒരു പുസ്തകമാണ് VD സവർക്കറിനെ കുറിച്ച്. ആരാണ് എഴുതിയേക്കുന്നത്? ഓപ്ഷൻസ് എന്താ? ഓപ്ഷൻ തരാം. ഓപ്ഷൻ പറഞ്ഞാൽ കിട്ടും, എന്നാലും പറയാം. കുൽദീപ് സിംഗ്, രവി ശാസ്ത്രി, വിക്രം സമ്പത്ത്, അരവിന്ദ് അഡിഗ. വിക്രം സമ്പത്ത്. കുൽദീപിനെ പറഞ്ഞത് അവിടെ ആരോ? കുൽദീപ് ആരാണ്? കുൽദീപ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അഡീഷണൽ ചാർജ് ഡയറക്ടർ ജനറൽ. ഓക്കെ. Prime Minister has launched a government scheme for mentoring young authors. What was the name given for that scheme? യുവ. സയന മാത്രം പറയുന്നുള്ളൂ. അതൊക്കെ കയ്യോടെ പഠിച്ചു പോണു. ഇത് വായിച്ചാ കിട്ടൂല. വായിച്ചില്ലേ? സത്യം പറയൂ. അന്ന് വായിച്ചിട്ടുണ്ടാവും, പിന്നെ വായിച്ചിട്ടുണ്ടാവൂല. ഇന്നും വായിച്ചു. അയ്യോ, അപ്പൊ ശരിക്കും ഒരു 3 പ്രാവശ്യം കൂടുതൽ വായിച്ചോട്ടാ. കാര്യം മറന്നു പോകുന്നുണ്ട്.
അതാണത്. കുഴപ്പമൊന്നുമില്ല, വായിച്ച് പഠിച്ചാൽ മതി. അത് നിസ്സാരമായിട്ട് കാണണ്ട. Asian Development Bank and Government of India signed an agreement for financing road upgradation project in എവിടെയാണ്? ജപ്പാൻ അല്ല, സിക്കിം. എവിടെയോ എന്തൊക്കെ ഓർമ്മയുണ്ട്, അതാണ് ഈ പറഞ്ഞത് അല്ലേ? അത് പറഞ്ഞതാരാണ്? ശ്രദ്ധയാണോ? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. കേട്ടോ, so let's start today's session. PM Modi has launched 3 E100 ethanol dispensing stations under a pilot project in which city? എഥനോളിന്റെ പ്രത്യേകത എന്താണ്? ശരിക്കും ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്തിന്? ഈ പറയുന്ന സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി. അതിന് പകരം എഥനോളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഥനോളും യൂസ് ചെയ്യാം ഈ സാനിറ്റൈസർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് സാനിറ്റൈസറിന് പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. അപ്പൊ ഏത് സ്ഥലത്താണ്, ഏത് സിറ്റിയിലാണ് 100 ethanol dispensing stations under a pilot project, പൈലറ്റ് പ്രൊജക്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആയിട്ട് ചെയ്തത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. എ ഹൈദരാബാദ്, ബി അഹമ്മദാബാദ്, ബി സി പൂനെ, ഡി ന്യൂഡൽഹി ആൻഡ് ഇ മുംബൈ. ഏതായിരിക്കും? മുംബൈ. ഉറപ്പാണോ? അത് മുംബൈക്ക് ഇത്ര പ്രത്യേകത? അല്ല, ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ. ഓക്കെ ഓക്കെ, അതിൽ തന്നെ അതൊരു ഗസ് ഞാൻ സമ്മതിച്ചു. അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. അത് കൂടാതെ അവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതും കൂടി പറയണം. മഹാരാഷ്ട്രയിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. ഈ പറയുന്ന ബോംബെ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര എന്ന സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. കോവിഡിന്റെ ഏറ്റവും കൂടുതലുള്ള എഫക്ട്സുകൾ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്ത് പറയേണ്ടതായിട്ടുണ്ട്. പൂനെ എന്ന് പറയുന്ന സിറ്റി, അതാണ് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച പ്രധാനപ്പെട്ട ഒരു നഗരം, പൂനെ. അപ്പോ ഇതിന്റെ ആൻസർ ആക്ച്വലി മുംബൈ അല്ല, പൂനെയാണ്. നിങ്ങൾ ന്യൂസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പൂനെയിലാണ് ഇതിന്റെ എഫക്ട്സ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പൂനെയിലായിരുന്നു കൂടുതലായിട്ട് ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, then സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. ആരാ വായിക്കണേ? When is the World's Pest Day observed? പെസ്റ്റ് ഡേ. എന്താ പെസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ? Pesticides and then പെസ്റ്റ് എന്ന് പറയുന്ന കീടങ്ങളാണ് ഈ പറയുന്നത്. കീടങ്ങളാണ് ഇപ്പൊ പെസ്റ്റ് ഡേ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ജൂൺ മാസത്തെ കറണ്ട് അഫെയർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ജൂൺ ആണെന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ എല്ലാ ഐഡിയയും പോകും. കാര്യം എല്ലാം കൊടുത്തേക്കാണ് ജൂൺ മാസമാണ് അല്ലെ. അപ്പൊ ആക്ച്വലി അതിന്റെ ഡേറ്റ് നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ്, എവറി ഇയർ the World Pest Day is observed on 6th June. നമുക്ക് ഇതിനെ പെസ്റ്റ് അവയർനെസ് ഡേ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. പെസ്റ്റ് അവയർനെസ് ഡേ എന്ന് വേണമെങ്കിലും പറയാം. ജൂൺ 6th അത് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻസർ ഇസ് ഇ. ക്ലിയർ? Then moving on to question number 3.
Name the winner of prestigious 2021 Nature TTL Photography Awards. ഇത് ഫോട്ടോഗ്രാഫിയിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാനാണെങ്കിൽ it is connected to Kerala because a Kerala based photographer, but he is now settled in Canada, has got this prestigious award. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡുകളിൽ ഒന്നാണ് ഫോട്ടോഗ്രാഫിയിൽ. 2021 Nature TTL Photography Award for his photo of an orangutan clinging to a tree. അതായത് ഒരു തരം ഒറങ്കൂട്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഇതാണ് എന്താ പറയാ, കൊരങ്ങന്റെ ഒക്കെ പോലത്തെ ഒരു ജീവി. അപ്പൊ അതിന്റെ ഒരു വേർഷനാണ്. അത് മരത്തിൽ കയറുന്ന ഒരു ഇതിനാണ് കൊടുത്തത്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ദ വേൾഡ് ഈസ് ഗോയിങ് അപ്സൈഡ് ഡൗൺ എന്നാണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തത്. അതിലൊരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈസ് ആൻ കേരള ബേസ്ഡ് ഫോട്ടോഗ്രാഫർ. പേര് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്താണ് വിജയൻ എന്ന് പറയാൻ കേരളയാണ്. Okay, Thomas Vijay. Then question number 4. The book 1232 kilometer, The Long Journey Home, is authored by 1232 kilometer. The Long Journey Home. വീട്ടിലേക്കുള്ള ദൂരത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്. ആര് എഴുതിയതാണെന്നാണ് ചോദ്യം. ഒരു ക്ലൂ തരാം. അദ്ദേഹം ഒരു ഫിലിം പേഴ്സണാലിറ്റി ആണ്. ആ ഓപ്ഷൻസ് വായിച്ചിട്ട് ഏതെങ്കിലും ഫിലിം പേഴ്സണാലിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, ആരെ അറിയാത്തത് കൊണ്ട് ഫിലിം പേഴ്സണാലിറ്റി ആരാന്ന് മനസ്സിലാവൂല. ആക്ച്വലി ആരാണ്? അരുന്ധതി റോയ് ആണ്. ആരാണ്? അരുന്ധതി റോയ്. അരുന്ധതി ഫിലിം പേഴ്സൺ ആണോ? അല്ല, ആ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് ശരിയാണ്. ഓക്കെ, അവരല്ല. വിക്രം എന്താണ് സേത്താണോ? വിക്രം സേത്ത് ഉണ്ട്, പക്ഷെ വിക്രം സേത്ത് എഴുത്തുകാരനാണ്. അദ്ദേഹം അല്ല ഇത് എഴുതിയേക്കണേ. ഇത് എഴുതിയേക്കുന്നത് വിനോദ് കാപ്രി എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറാണ്, ഒരു ഡയറക്ടറാണ്, സിനിമാ സംവിധായകനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വിനോദ് കാപ്രി. Who among the following has been appointed as World Bank Education Advisor? നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. വേൾഡ് ബാങ്കിന്റെ എഡ്യൂക്കേഷൻ അഡ്വൈസർ ആയിട്ട് ആരെയാണ് ഈ അടുത്ത കാലത്ത് അപ്പോയിന്റ് ചെയ്തത്? ഓപ്ഷൻസ് വായിച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? ബൂല ഗബ്രിയേൽ, ആർക്കിയ ബാനർജി, കിരൺ സാബേത്തി, രഞ്ജിത് സിംഗ് ദിസാലെ, ഓം പ്രകാശ് മിശ്ര. ഒന്നുമില്ല, കാണാതെ പഠിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ, രഞ്ജിത് ദിസാലെ. അദ്ദേഹമാണ് കേട്ടോ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ്. He is the first Indian to have been awarded Global Teacher Award in 2020. One second. Okay. Who among the following has അപ്പൊ ഈ പറയുന്ന ആള് ഗ്ലോബൽ അവാർഡ്, ടീച്ചേഴ്സ് അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. രഞ്ജിത് സിംഗ് ദിസാലെ. അദ്ദേഹമാണ് വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷന്റെ അഡ്വൈസർ ആയിട്ട്, വേൾഡ് ബാങ്കിന്റെ എഡ്യൂക്കേഷൻ അഡ്വൈസർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഗ്ലോബൽ ടീച്ചേഴ്സ് അവാർഡ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഡ്വൈസർ ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. Question number 6. Sami Khedera announced his retirement. He belongs to which of the following sports? നിങ്ങൾക്ക് വേണ്ട സാധനമാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ട സാധനമാണ്. കേട്ടിട്ടുണ്ട് ഇപ്പൊ ഫുട്ബോൾ. ഓ, ആരാണത്? ആരാണ്? മലപ്പുറംകാരി ആയിരിക്കണോ? സൈനയാണോ? സൈനക്ക് മനസ്സിലായി ഫുട്ബോളാന്ന്?
അങ്ങനെ ചോദിച്ചാ ഞാൻ ചുമ്മാ ഗസ് അടിച്ചതാ. കറക്റ്റ് ആണ്. ഇദ്ദേഹം ജർമ്മനിയുടെ ഫിഫ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതിലുള്ള ടീം ഇതാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹമാണ് റിട്ടയർ ചെയ്തത് ഈ മാസം ജൂണില്. 74 കളികളാണ് അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. 2014 വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ച് നടന്നത്, അത് ജർമ്മനിക്ക് നേടിക്കൊടുക്കാനായിട്ട് പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആണ് സാമി ഖേദ്ര. ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫുട്ബോൾ. സോ സാനിയുടെ ഗസ് കൊള്ളായിരുന്നു. Then question number 7. Who among the following has been appointed as the managing director and CEO of RBL Bank? എന്താണ് RBL Bank? ആരാണ്? Reserve Bank of India has approved appointment of ആരാണ്? ആരായിരിക്കും? വിശ്വാസിർ അഹൂജ. വിശ്വാവിർ അഹൂജ. അദ്ദേഹമാണ് RBL ബാങ്കിന്റെ എന്താ പറയാ ചെയർമാൻ എന്നും പറയാ. CEO എന്ന് പറയുന്നത് വാട്ട് ഇസ് CEO? CEO എന്ന് പറഞ്ഞാൽ CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പൊ RBL ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടും തെരഞ്ഞെടുത്തത് ആരെയെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വിശ്വാവിർ അഹൂജ എന്ന് പറയുന്ന കേട്ടോ. Okay, what's next question? Question number 8. Which of the following states unitary has launched the UNTAP scheme for students to encourage digital learning? Digital learning encourage ചെയ്യാൻ വേണ്ടി എന്താണ് അതിന്റെ പേര്? UNTAP. അത് സ്റ്റുഡൻസിന് വേണ്ടി കൊണ്ടുവന്ന ഏത് യൂണിയൻ ടെറിട്ടറിയാണ്? സ്റ്റേറ്റ് തന്നെ ആകണമെന്നില്ല, യൂണിയൻ ടെറിട്ടറി വേണമെങ്കിലും ആകാം. അത് ഏതാണെന്ന് ചോദിക്കുന്നത്. പുതുച്ചേരി മാത്രമേ ഉള്ളൂ അതിൽ കണ്ടിട്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് തോന്നണേ? It is actually Ladakh. Ladakh Lieutenant Governor has launched the UNTUB scheme for students in the Union Territory. It is formulated to encourage digital learning, bridge the digital divide between connected and unconnected, and mitigate the COVID pandemic disruptions. അപ്പോൾ അതാണ് അതിന്റെ correct answer. Okay. Then next question. വായിച്ചേ. Which state or union territories has launched Knowledge Economy Mission to boost job prospects in the state by supporting knowledge workers? Kerala, Tamil Nadu, Lakshadweep, Jharkhand, Puducherry. ആരാണ്? കേരള. ഗസ് ആണെങ്കിൽ പോലും കറക്റ്റ് ആൻസർ ആണ് കേരള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. What was the revenue collected from goods and service tax GST in May 2021? മെയ് 2021 GST പ്രകാരം എത്ര റവന്യൂ ആണ് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ്. അത്രയും കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഓരോന്നും അറിയില്ലെങ്കിൽ പോലും 1.03 lakh crore ആണ് GST വരുമാനമായിട്ട് റവന്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. What is India's rank on 17 Sustainable Development Goals (SDGs) adopted as 2030 agenda according to the State of India's Environment Report 2021?
India slips 2 spots to rank 170 on 17 Sustainable Development Goals adopted as 2030 Agenda report. ഇന്ത്യയുടെ റാങ്ക് എത്ര എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ റാങ്ക് ആക്ച്വലി 117 ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസില് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യസ് എൻവയോൺമെന്റ് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് അതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. World Food Safety Day is observed on 7th June globally. What is the theme of the World Food Safety Day 2021? ഫുഡ് സേഫ്റ്റി ഡേയുടെ തീം എന്താണ് അല്ലെ? ഫുഡ് സേഫ്റ്റി ഡേ എന്താണ്? സേഫ് ഫുഡ് ടുഡേ ഫോർ ഹെൽത്തി ടുമാറോ, അതാണ് അതിന്റെ തീം. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് പത്രം വായിക്കുന്നവർക്ക് ആ സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവും. സേഫ് ഫുഡ് ടുഡേ ഫോർ എ ഹെൽത്തി ടുമാറോ. ഇന്ന് നല്ല ഭക്ഷണം, സേഫ് ആയിട്ടുള്ള ഫുഡ്, നാളത്തെ ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി. അതാണ് ഇന്ന് ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുടെ 7th June ആണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓർത്ത് നോക്കുക കേട്ടോ. CBSE partners with Dash to introduce coding and data science as new subjects in 2021-22 academic session. ആരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് CBSE കോഡിംഗ് ആൻഡ് ഡാറ്റാ സയൻസ് ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ആരായിട്ടായിരിക്കും? മൈക്രോസോഫ്റ്റ്, ഇന്റൽ, ഗൂഗിൾ, IBM, TCS. IBM-ലേക്ക് വരാൻ കാര്യം വെറുതെ ഗസ് പറഞ്ഞാണല്ലേ. IBM അല്ല, മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് ആണ് അത് അഭ്യർത്ഥിച്ചത്. Azerbaijan Grand Prix 2021. അസർബൈജാൻ. ഒന്നുകൂടി വായിച്ച കേട്ടില്ല. Verstappen, Lewis, who among the following has won the Azerbaijan Grand Prix 2021? നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇതെന്താണത്? ഇത് കാർ റേസ് ആണ്. കാർ റേസില് സെർജിയോ പെരസ് എന്ന് പറയുന്ന റെഡ് ബുൾ എന്ന് പറയുന്ന ടീമിന്റെ, റെഡ് ബുൾസിന്റെ സെർജിയോ പെരസ് എന്ന് പറയുന്ന ആളാണ് ഒന്നാമതായിട്ട് എത്തിയത്. നമ്മൾ ഈ പേര് നേരത്തെ പറഞ്ഞതാണ് മക്കളെ. June 6 is dedicated to celebrate which official language recognized by the United Nations? June 6 dedicated to celebrate which official language recognized by United Nations? UN Russian Language Day is observed on June 6th. So it is one of the 6 official languages used by United Nations throughout the organization. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് റഷ്യൻ ഭാഷ. ആ റഷ്യൻ ഭാഷയുടെ ദിനമായിട്ടാണ് June 6 അവര് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. So everyone are requested to go through it. Next question. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോട്ടോ. വേൾഡ് അക്രഡിറ്റേഷൻ ഡേ വായിച്ചോളൂ. The World അക്രഡിറ്റേഷൻ. The World അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ Accreditation Day. അക്രഡിറ്റേഷൻ നമ്മൾ ഓരോന്നിനും അംഗീകാരം കൊടുക്കൂലേ ഓരോ ഏജൻസീസ്. കോളേജുകൾക്ക് NAC അക്രഡിറ്റേഷൻ കൊടുക്കാറില്ലേ? NAC എന്ന് പറഞ്ഞാൽ എന്താണ്? കോളേജുകളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഒരു ഏജൻസി. ISO 9001 മാർക്ക് ഒക്കെ പറയില്ലേ, അതൊക്കെ ഒരു അക്രഡിറ്റേഷൻ ആണ്. അപ്പൊ അതേപോലെ ദ വേൾഡ് അക്രഡിറ്റേഷൻ ഡേ WAD ഈസ് ഒബ്സർവ്ഡ് ആനുവലി ഓൺ. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അവരുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഏത് ദിവസമാണ് ഗ്ലോബലി? അങ്ങനെ വേൾഡ് അക്രഡിറ്റേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. 9th June ആണ് വേൾഡ് അക്രഡിറ്റേഷൻ ഡേ. 9th June. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which country has been elected as a member of UN Economic and Social Council for 2022-24 from Asia Pacific states? ഏഷ്യ പസഫിക് മേഖലയിലെ ഏത് രാജ്യമാണ്
യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ മെമ്പർ ആയിട്ട് ഈ കാലയളവിൽ 2022-2024 കാലയളവിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്? ഇന്ത്യയാണ് ആൻസർ കേട്ടോ. പഠിക്കണോട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ. As per CRISIL, what is the estimated GDP growth rate of India in the financial year 2021-2022? അപ്പൊ ഈ ക്രിസിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ക്രിസിൽ? ക്രിസിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ലോൺ എടുക്കുകയാണ് ബാങ്കിൽ അല്ലെ. ലോൺ എടുക്കാൻ പോകുമ്പോൾ അവർ എന്ത് നോക്കുന്ന അറിയാമോ? നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ നോക്കും. ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മുൻ ലോൺ എടുത്ത ഹിസ്റ്ററി, നിങ്ങൾ കൃത്യമായിട്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടക്കുന്ന ആൾക്കാരാണോ, നല്ല കസ്റ്റമർ ആണോ, ടൈമിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ, അങ്ങനെയുള്ള നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യും. അതേപോലെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ, നമ്മളുടെ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി, ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഈ പറയുന്ന ക്രിസിൽ. ക്രിസിലിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ക്രെഡിറ്റ് സ്കോറിംഗ് ഏജൻസി. ഒരു ക്രെഡിറ്റ് സ്കോറിംഗ് ഏജൻസിയാണ്. നമ്മളുടെ പെർഫോമൻസിനനുസരിച്ച് നമ്മളുടെ ക്രെഡിറ്റ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ സംഭവം ചെയ്യുന്നത് എന്നൊക്കെ പറയും. നമ്മളുടെ തിരിച്ചടവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്ന ഒരു ഏജൻസിയാണ് ക്രിസിൽ. they have revised the GDP growth estimate for India for the fiscal year 2021-22 is 9.5% from the earlier estimate of 11%. 11 ആയിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ് എങ്കിലും അതിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി? നമ്മള് 9.5-ലേക്കാണ് ക്രിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് G7 has recently signed a deal on minimum global corporate tax. As per the deal, the minimum global tax rate would be at least dash. G7 has recently signed a deal on minimum global corporate tax. As per the deal, minimum global tax rate would be at least. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ പറയട്ടെ, എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. ഗ്രൂപ്പ് ഓഫ് 7 അഡ്വാൻസ്ഡ് എക്കോണമീസ് സൈൻഡ് എ ലാൻഡ്മാർക്ക് ഡീൽ on taxing multinational companies. As per the deal, minimum global tax rate would be at least 15%. അവർക്കിടയിലുള്ള G7 രാജ്യങ്ങൾക്കകത്തുള്ള മിനിമം ഗ്ലോബൽ ടാക്സ് റേറ്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തേക്കുന്നത് 15%. നെക്സ്റ്റ്. Who has assumed charge as the Director General Naval Operations? നേവൽ ഓപ്പറേഷൻസിന്റെ ഡയറക്ടർ ജനറൽ, നേവിയുടെ ഈ പറഞ്ഞ നേവൽ ഓഫീസർ ഉണ്ട്, അതിന് ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ്. വൈസ് അഡ്മിറൽ രാജേഷ് പെന്ധാർക്കർ ഹാസ് അസ്യൂംഡ് ദ ചാർജ് ആസ് ഡയറക്ടർ ജനറൽ നേവൽ ഓപ്പറേഷൻസ്. സോ പേരൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, രാജേഷ് പെന്ധാർക്കർ. ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഇസ് ബി. Which of the following state has climbed to the 3rd spot in the Anemia Mukt Bharat Index 2020-21 national ranking with a score of 57.1? ഏത് രാജ്യമാണ് അനീമിയ മുക്ത ഭാരതം എന്നുള്ളതിൽ അല്ലെ 3rd സ്പോട്ടില്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റ് ആണ് 3ാം സ്ഥാനത്ത് അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ വന്നേക്കുന്നത് വിത്ത് നാഷണൽ റാങ്കിങ് വിത്ത് എ സ്കോർ ഓഫ് 57.1? അത്രയും സ്കോർ കയറിയിട്ട്. അപ്പൊ 3ാമത്തെ പൊസിഷൻ അവർ ചോദിക്കണേ അല്ലെ. എന്താണ് ഇതാരണി ആൻസർ പറയണത്? സദ. ഈ ഭാഗ്യം വെറുതെ കളയണ്ട പറഞ്ഞ്. ഹിമാചൽ പ്രദേശാണ് ആൻസർ അല്ലെ. കറക്റ്റ് ആൻസർ ഹിമാചൽ പ്രദേശാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. India's first international maritime service cluster at dash. ഇവിടെ അനീഷ് എന്താ മിണ്ടാത്തത്? അനീഷ് എന്താണ് അനീഷ്? അനീഷിന് വായിച്ചൂടെ? അനീഷിന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർനാഷണൽ മാരിടൈം സർവീസസ് ക്ലസ്റ്റർ. മാരിടൈം എന്ന് പറയുന്നത് എന്താ? കടലുമായി ബന്ധപ്പെട്ട ആ സേവനങ്ങളുടെ ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. Gujarat Maritime Board will set up the country's first international maritime services cluster at Gujarat itself. The maritime cluster will be developed as a dedicated ecosystem comprising ports, shipping,
logistic services, providers, and government regulators all present at the same geographic vicinity. അതാണ് GIFT. അതായത് ഈ പറയുന്ന മാരിടൈം ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഈ മാരിടൈം ക്ലസ്റ്റർ, മാരിടൈം സർവീസസ് ക്ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ തുടങ്ങിയേക്കുന്നത് GIF സിറ്റി എന്ന് പറയുന്ന ഗുജറാത്തിൽ, GIFT സിറ്റി എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്തിലാണ് തുടങ്ങിയേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who won the Best Drama Award in the BAFTA TV Award 2021? ബാഫ്ത പ്രധാനപ്പെട്ട ഒരു വേൾഡ് ആക്ടർ, എന്താ പറയാ, വേൾഡ് റെനൗണ്ട് ആയിട്ടുള്ള ഒരു TV അവാർഡാണ് ബാഫ്ത. അതിൽ ഏത് ഡ്രാമ സീരീസിനാണ് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. പത്രം വായിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. സേവ് മീ ടു. Save Me Too. Who has been appointed as the new election commissioner of India? Very important. Anup Chandra Pandey. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പരിശീലിച്ച് ചോദിക്കോട്ടോ. Anup Chandra Pandey. Next question. Who has bagged the first spot on Times Most Desirable Women 2020 list? അതാരപ്പാ? Riya Chakrabarti has bagged the number of one spot on Times Most Desirable Women in 2020 list. ആരാണ് അവരെന്ന് അറിയാമോ? അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ടാ? ഇല്ലല്ലേ, കറക്റ്റ് ആണ്. റിയ ചക്രവർത്തി ഉണ്ട്, റിയ ചക്രവർത്തി. RBI has granted approval for the reappointment of Dash as MD and CEO of Bandhan Bank. RBI ശരിക്കും ചന്ദ്രശേഖർ ഘോഷിന്റെ റീഅപ്പോയിന്റ്മെന്റ് ആണ് MDയും CEO ആയിട്ടുള്ളത്, 3 വർഷത്തേക്കുള്ളത്. അതിനാണ് അംഗീകാരം കൊടുത്തത് കേട്ടോ, ചന്ദ്രശേഖർ ഘോഷ്. നെക്സ്റ്റ്. Which of the following international organization has launched a new global database named iFamilia? ഇന്റർപോൾ ആണ്. ഇന്റർപോൾ എന്ന് പറയുന്നത് ഇന്റർപോള് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ഇന്റർനാഷണൽ ഏജൻസിയാണ്. ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ലോക ഭീകരന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര പോലീസിംഗ് പോലത്തെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ. അവരാണ് ഇന്റർപോൾ ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ ഗ്ലോബൽ ഡാറ്റാബേസ് നെയ്മഡ് iFamilia to identify missing persons through family DNA and help the police solve called cases in member countries. Okay, next question. Which of the following state announced to create of 80 acres of Oxyvan? Oxyvan എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാ പറഞ്ഞേ? ഫോറസ്റ്റ് ആണ് ഈ പറയണേ. ഓക്സിജൻ വാൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ തരാൻ പറ്റുന്ന ആള്. അതാരാണ് ഓക്സിജൻ തരാൻ പറ്റുന്ന ആള്? ഓക്സിജൻ സിലിണ്ടർ ആണോ? അല്ല, ഫോറസ്റ്റ് അല്ലെ. അപ്പൊ കാടിന്റെ കാര്യം ഈ പറഞ്ഞേ. ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന മനോഹർ ലാൽ ഖട്ടർ announced to create of 80 acres of Oxyvan in Karnal district. Okay, so answer is A. Then Indian Navy inducted 3 indigenously built advanced light helicopters ALH-MK3 in their fleet. These helicopters are built by Indian Navy inducted 3 indigenous built and advanced light helicopters ALH-MK3 in their fleet. ഏതൊക്കെയാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി പണിത് കൊടുത്തത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കേട്ടോ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ. who has been named the ICC Men's Players of the month of May. അത് മൊത്തം കഴിഞ്ഞില്ലല്ലോ, 1 സെക്കൻഡ് കേട്ടോ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? സെക്കൻഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? AHL.
The World Bank has projected India's economy to grow at that percentage. അല്ലെ വേൾഡ് ബാങ്ക് എത്രയാണ് ഇന്ത്യയുടെ എക്കോണമി വികസിക്കും എന്ന് പറഞ്ഞേക്കുന്നത്, എത്ര പെർസെന്റേജ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്? എത്രയാണ്? 6.3. 6.3 ആണ്. The World Bank has projected India's economy to grow at 8.3% in 2021. 8.3% ആണ്. And 7.5% in 2022. Okay. Which of the following country has become the first country to formally adopt Bitcoin's legal tender? ബിറ്റ്കോയിന് അംഗീകൃത നാണയം പോലെ ഏത് രാജ്യമാണ് ആദ്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ കേട്ടോ നിങ്ങള്? ഏത് രാജ്യമാണ് ബിറ്റ്കോയിൻ അംഗീകരിച്ചിട്ടുള്ളത് പറഞ്ഞേ? എൽ സാൽവഡോർ കേട്ടാ. എൽ സാൽവഡോർ പഠിക്കണോട്ടത്. എൽ സാൽവഡോർ ഹാസ് ബിക്കം the first country to formally adopt Bitcoin as a legal tender. Proposal to legalize cryptocurrency was put forward by President Nayib Bukele, which was later approved by the Congress. Congress എന്ന് പറഞ്ഞ പാർട്ടി അല്ല, പാർലമെന്റ്. Which of the following company has become ICC's official partner till 2023? 2023 വരെ ICCയുടെ പാർട്ട്ണർ ആരാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഭാരത് പേ. ഭാരത് പേ കേട്ടാ, ഭാരത് പേ. പേടിഎം അല്ല, ഭാരത് പേ ആണ്. Who has been awarded the Pen Pinter Prize 2021? എന്താണ് പെൻ പിന്റർ പ്രൈസ് എന്ന് പറഞ്ഞാല്? Speech campaigners in English. The prize is given by free speech campaigners. English pen in memory of a Nobel laureate Harold Pinter. Harold Pinter എന്ന് പറയുന്ന ഒരു നോബൽ പുരസ്കാര ജേതാവിന്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണിത്. ഫ്രീ സ്പീച്ച് ക്യാമ്പയിനേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്താഗതിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദിസ് ടൈം ദിസ് അവാർഡ് ഗോസ് ടു ഓപ്ഷൻ സി, സിത്സി ജാങ്കരംഗ. ബുക്ക് ഷോർട്ട് ലിസ്റ്റഡ് സിംബാബ്വിയൻ റൈറ്റർ ആണ്. Was arrested last year in the Harare while protesting against corruption. അപ്പൊ അഴിമതിക്കെതിരെ പോരാട്ടത്തിന് പേരില് ജയിലിൽ അകപ്പെട്ട ഒരു എഴുത്തുകാരനാണ്, ഒരു ആക്ടിവിസ്റ്റ് ആണ്. And he has awarded with this prestigious award, which is named after the Nobel laureate Harold Pinter. ഹരോൾഡ് പിന്ററിന് ശേഷം ഹരോൾഡ് പിന്ററിന്റെ ബഹുമാനാർത്ഥം കൊടുക്കുന്ന ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ചിത്സി ദാങ്കരംബ എന്ന് പറഞ്ഞൊരു ആൾക്കാണ്. He's a writer, book short listed ആയിട്ടുള്ള ആളാണ്. Yes. Which of the following social media giant has appointed Spurti Priya as its grievance officer for India? It is Facebook. ഇത് വരാനുള്ള കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ട്വിറ്ററും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ തല്ലുടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പുതിയ ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി regulations പ്രകാരം ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി വിത്തിൻ ബ്രാക്കറ്റ്സ് ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021. ഇത് പ്രകാരം ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അവരുടെ പ്രശ്നങ്ങൾ, അവർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കാൻ ഇന്ത്യൻകാരനായ ആൾക്കാരെ ഗ്രീവിയൻസ് ഓഫീസറായിട്ട് വെക്കണം എന്നൊരു ക്ലോസ് ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഫേസ്ബുക്ക് സ്ഫൂർത്തി പ്രിയയെ വെച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. Which of the following universities കാണുന്നില്ല? സോറി. Yes. Which of the following university has topped the QS World University Rankings 2020? ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്ന നോക്കിയാൽ അത് ഒരെണ്ണം ഉണ്ട് അല്ലെ, IIT ബോംബെ ഉണ്ട് അല്ലെ. പത്രത്തിലുണ്ടായ വാർത്തയാണ് ഇത്. മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT അവരാണ് റാങ്കിങ് ഫോർ ദ 10th years. അടുപ്പിച്ച് 10ാമത്തെ വർഷമാണ് അവര് ഒന്നാമത്തെ റാങ്കിങ് നേടുന്നത്. മെസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി for the consecutive 10 years they are in the first position. Yes, next.
The Dash edition of the India-Thailand Coordinated Patrol Indo-Thai Corpat kicked off in the Andaman Sea. 31st എഡിഷൻ ആണ്. ഇന്ത്യ തായ്ലാന്റ് കോർഡിനേറ്റഡ് പെട്രോൾ ആണ്. അതായത് കടലിന്റെ പുറത്ത് ആൻഡമാൻ സീയിലുള്ള ഇന്ത്യയുടെയും തായ്ലൻഡിന്റെയും പൂർണ്ണ സഹകരണത്തോടെയുള്ള പെട്രോളിംഗ് എന്ന് പറയുന്ന പരിശോധന, അതാണ് ഇൻഡോ തായ് കോർപാറ്റ് എന്ന് പറയുന്നത്. അത് 31ാമത്തെ എഡിഷൻ ആണ് 2021 ജൂണില് ആൻഡമാൻ സീയിൽ നടന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. Who has launched an experiential learning portal for cricket coaching named ക്രിക്കറ്റു? ആരായിരിക്കും? ആലോചിച്ചിട്ട് പറഞ്ഞേ. Sachin. Kapil Dev. സച്ചിനൊക്കെ നമ്മൾ അറിയും. കപിൽ ദേവ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി വീരേന്ദ്ര സേവാഗ് അല്ലെ? വീരേന്ദ്ര സേവാഗ്. ഓക്കെ. Who among the following gets 2-year extension as RBI Deputy Governor? Mahesh Kumar Jain, NK Jain, okay, as the Deputy Governor of Reserve Bank of India for 2 more years with effect from June 20 to 20. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിലുണ്ടായ കാര്യങ്ങളാണ് മക്കളെ. ഇതൊന്നും ഞാൻ പുതുതായിട്ട് പറഞ്ഞല്ല കേട്ടോ. ഈ മാസത്തെ ന്യൂസ് പേപ്പർ വായിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ കാലാവധി 2 വർഷം കൂടി നീട്ടിക്കൊടുത്തു NK ജെയിനിന്റെ. ഓക്കെ. Sender extends LIC chairman MR Kumar's term till March dash. എത്ര നാളെ വരെ നീട്ടിക്കൊടുത്തു ചോദിക്കണേ? അദ്ദേഹത്തിന് 2022 വരെ ആക്കി കൊടുത്തു. LIC ചെയർമാൻ MR കുമാറിന്റെ ടേം 2022 വരെ, 1 കൊല്ലം കൂടി നീട്ടിക്കൊടുത്തു. യെസ്. Who among the following LIC ചെയർമാൻ ആരാന്ന് പഠിക്കുക. അങ്ങനെയും പഠിക്കണോട്ടോ ഇതില്. Who among the following has surpassed Argentina's Lionel Messi and he has become the second highest active international goal scorer with 74 strikes? Sunil Chhetri ആണ്. Sunil Chhetri surpasses Argentina's Lionel Messi and he has become the second highest active international goal scorer with 74 strikes. Okay. So he is an Indian. Yes. Next question. Assam government has decided in its recent cabinet meeting to declare Dehing Patkai Wildlife Sanctuary as the Dash National Park. 7th National Park കേട്ടോ. അസാമിലെ 7th National Park ആയിട്ട് അതിനെ പ്രഖ്യാപിച്ചു. Next question. ICC Elite Panel match referee Dash will oversee the World Test Championship WTC final between the India and New Zealand scheduled to commence at the Aegis Bowl, Southampton. അല്ലെ? ICC Elite Panel match referee Chris Board will oversee the World Test Championship. World Test Championship ആണ്. Final between India and New Zealand. Scheduled to commence at the Aegis Bowl in Southampton from June 18. June 18 മുതൽ കേട്ടോ. Yes, next. Which of the following bank has reappointed Girish Chandra Chaturvedi as the part-time chairman of the bank? Yes. ആരാണത്? ICICI ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാൻ ആണ് അദ്ദേഹം കേട്ടോ. Name the world's top research university in QS World University Rankings in 2022. ലോകത്തിലെ ടോപ്പ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിലെ ഉള്ള QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് വന്നേക്കണ ആരാണ് ഉള്ളതെന്ന് വെച്ചേക്കണേ. The Indian Institute of Science and Technology IISc Bengaluru has also been adjudged as world's top research university, achieving a perfect score of 100 out of 100 for citations per faculty indicator, which measures research impact. അപ്പൊ റിസർച്ചിന്റെ കാര്യത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ മാറി IISc Bengaluru. Okay. What is the currency of El Salvador? Franc. അല്ല, ഡോളർ തന്നെയാണ് അവിടെ. ഡോളർ റിമെയിൻസ് എൽ സാൽവഡോർ ഒഫീഷ്യൽ കറൻസി. ഡോളർ ആണ് കേട്ടോ. അവരിപ്പോ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ അംഗീകരിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെ. Okay, next question. Uksna Khurlesuk has become the president of which of the following country? Italy, Canada, Korea. ഏതാണ്? Italy.
ശരിയായിട്ടാണോ പറഞ്ഞത്? He's a Mongolian. Former Mongolian Prime Minister Ukena Gurescu became the country's 6th democratically elected president. Ukrainian and Mongolia. According to RBI's new ATM cash withdrawal rule, what is the new charge on ATM withdrawal beyond free transaction limit with effect from January 1, 2022? 1 second, Sami, എവിടെ പോയി? Sami, എവിടെ പോയി സമീഹ? സമീഹ അതിലേക്ക് കടന്നു വന്നു. Okay. According to the RBI's new ATM cash withdrawal rule, what is the new charge on ATM withdrawal beyond free transaction limit with effect from January 1, 2022? 15 rupees. What is the new charge on ATM withdrawal beyond the free transaction limit with effect from January 1, 2022? 15. Beyond free transaction limit. Bank customer will have to pay ₹21 for each ATM cash withdrawal beyond free transaction limit in effect from അതായത് അവര് ഓരോ ബാങ്കും ഓരോ ലിമിറ്റ് പറയൂലേ, ഒരു മാസത്തെ ഇത്ര തവണയെന്ന്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാല് ഒരു വിഡ്രോവലിന് ₹21 വെച്ചിട്ട്. എന്റെ അമ്മ എന്താണല്ലേ, മനുഷ്യനെ കൊല്ലണേന് തുല്യം. Which bank has topped Forbes World's Best Banks 2021 list in India? ഏത് ബാങ്ക് ആയിരിക്കും? ICICI. ICICI അല്ല, DSB ബാങ്ക്, DBS ബാങ്ക് ആണ്, DBS ബാങ്ക്. Which day is observed as World Day Against Child Labor? June 12th ആണ്. June 12th പഠിച്ചു നോക്കണം കേട്ടോ. Who has been elected to the International Association of Ultra Runners Council as an Asian representative? India's Nagaraj Adiga has been elected as the Asia Oceania representative at the recently concluded 2021 International Association of Ultra Runners Congress, at which the IAU Council elections were held. The organization International Association of Ultra Runners, adinte India Oceania representative ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നാഗരാജ് അഡിഗ. Okay. Which of the following bank has launched a free collateral free Kavach personal loan to enable its customers to meet medical expenses of self and family members of COVID treatment? ഏതാണ്? SBI ആണ് കേട്ടോ. SBI ഇമ്പോർട്ടന്റ് ആയിട്ടാ പഠിക്കണേ. Yes. Athletics Federation announces Indian Grand Prix 4 on June 21 in Dash. പട്ടിയാലയിലാണ് നമ്മുടെ നാഷണൽ ക്യാമ്പൊക്കെ സ്ഥിരം ഉള്ളത് അത്ലറ്റിക്സിന്റെ. What is the theme of a World Day Against Child Labor 2021? Act now, end child labor. Act now, end child labor. Option B. Next. Siddhalingaya has passed away recently. He was a renowned Dash. Siddhalingaya ആരാന്ന് ചോദിക്കണേ. He is a very noted Kannada poet, playwright and Dalit activist. Siddhalingaya has passed away due to COVID-19 related ailments. So option is poet. Recently, Professor Radha Mohanji passed away. He was a renowned Radha Mohanji ആരാണെന്ന് ചോദിക്കണേ. He is an economist ആണ്. പത്മശ്രീ അവാർഡ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. എൻവയറോൺമെന്റലിസ്റ്റ് ആണ്. രണ്ട് കാര്യങ്ങളും പറയാനായിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ്. Mobile app Namaste Yoga, devoted to yoga, has been launched by which ministry? ആരായിരിക്കും യോഗയുമായി റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യണേ? നരേന്ദ്രമോദി. നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ. ഡിപ്പാർട്ട്മെന്റ് ഏതായിരിക്കും? 5 ഡിപ്പാർട്ട്മെന്റ് നോക്കി.
ഏതാണ്? ഹെൽത്ത് ഹെൽത്ത് ഓക്കെയാണ്, പക്ഷെ ഗസ് കറക്റ്റ് ആണ്. പക്ഷെ ഹെൽത്തിനേക്കാളും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. ആയുഷ് ഉണ്ടല്ലേ, ആയുഷാണ്. എന്താ കാര്യം? ആയുഷാണ് ഈ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി അങ്ങനെയൊക്കെ ഇല്ലേ, മനസ്സിലായ? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ പ്രധാനമായിട്ടും അലോപ്പതി ഇംഗ്ലീഷ് മെഡിസിൻ ആണ്. ആയുഷിലാണ് ആയുർവേദം, സിദ്ധവൈദ്യം, ഹോമിയോ അതൊക്കെ ഉള്ളത്, മനസ്സിലായ? യോഗ, നാച്ചുറോപ്പതി ഒക്കെ അതിലാണ്. അപ്പൊ ആയുഷാണ് കേട്ടോ, മിനിസ്റ്റർ ഓഫ് ആയുഷാണ്. എന്താ അതിന്റെ പേര്? നമസ്തേ യോഗ. Question number 2. Has been appointed as the new Secretary General of the UNCTAD. Okay. In the UNCTAD full form, United Nations Conference on Trade and Development. United Nations Conference on Trade and Development. ആരാണ് അതിന്റെ പുതിയ ആളായിട്ട് വന്നേക്കണെന്ന് ചോദിച്ചേക്കണേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. റെബേക്ക ഗ്രിൻസ്പൻ. She is the Secretary General of UNCTAD. She will serve a 4-year term of office. She is the first woman and Central American to head UNCTAD. Okay. The mission envisioned to study the planet Venus has been launched by which space agency? യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ് വീനസിനെ കുറിച്ച് പഠിക്കാനുള്ള പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. The International Albinism Awareness Day, IAAD, is marked every year on. The International Albinism Awareness Day is celebrated annually on June 13 to celebrate human rights of persons with albinism worldwide. Albinism ഒരു കൈൻഡ് ഓഫ് അസുഖമാണ് കേട്ടോ, ഒരു കണ്ടീഷനാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സുമായി, അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് എല്ലാ വർഷവും ജൂൺ 13 ആചരിക്കുന്നത്. ജൂൺ 13. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following bank has recently announced the launch of Ghar Ghar Ration program, an employee-funded program for its low-income customers whose livelihoods are affected by COVID-19? IDFC First Bank has announced the launch of Ghar Ghar Ration program, an employee-funded program for its low-income customers whose livelihoods are affected by COVID-19. COVID-19 മൂലം ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി IDFC ബാങ്ക് ആണ് അത് സ്റ്റാർട്ട്. IDFC ഫസ്റ്റ് ബാങ്ക്, അതാണ് ബാങ്കിന്റെ പേര് കേട്ടോ. IIT Roorkee Professor Shailesh Ganguly has received the Energy Counter IET and Counter-Terrorism Innovator Award 2021 for his design of dash. എന്താണ്? ബ്ലാസ്റ്റ് റെസിസ്റ്റന്റ് ഹെൽമെറ്റ്. ബ്ലാസ്റ്റിനെ തടഞ്ഞത്, ബ്ലാസ്റ്റിനെ ബാധിക്കുക, ബ്ലാസ്റ്റിലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ് ആണ്. ഓക്കെ. India's forex reserves crossed $600 mark for the first time. India is now dash largest forex reserves holder. With this, India equals Russia as the 4th largest reserve holder worldwide. അല്ലെ? എന്തായാലും ചോദ്യം എന്തായിരുന്നു അതിന്റെ? ഇന്ത്യ is now ആരാന്ന് ചോദിച്ചേക്കണം അല്ലെ? ഇന്ത്യ ഈക്വൽ ടു റഷ്യ. ഇന്ത്യ ഇപ്പൊ റഷ്യക്കൊപ്പമാണ് ആസ് ദി 4th largest reserve holder worldwide. ലോകത്തിലെ 4ാമത്തെ ശക്തിയായിട്ട് മാറി ഫോറക്സ് റിസർവിൽ കേട്ടോ. 4th പൊസിഷൻ ഇന്ത്യക്കാണ് റഷ്യയുടെ ഒപ്പം. What was the rank of India in Coursera's Global Skill Report 2021? കോർസെറ ഒരു ഏജൻസിയാണ്. അവർ പുറപ്പെട്ട ഗ്ലോബൽ സ്കിൽസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 67th പൊസിഷനാണ് നിൽക്കുന്നത്. ഹോം ഇൻ ദ വേൾഡ് ബുക്ക് ഈസ് ദ മെമ്മോയർ ഓഫ്, ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് അതിൽ കൊടുത്തത്? നോബൽ ലോറേറ്റ് അമർത്യ സെൻ ഹാസ് സ്പെൻഡ് ഹിസ് മെമ്മോയർ ഹോം ഇൻ ദ വേൾഡ്. അമർത്യ സെന്നിന്റെ ബുക്കാണ് ഹോം ഇൻ ദ വേൾഡ്. ക്വസ്റ്റ്യൻ നമ്പർ 10. Who among the following has won Pulitzer Prize 2021 in International Reporting category for reporting on China's detention campus for Muslims? പുലിസ്റ്റർ പ്രൈസ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റിൽ കൊടുക്കുന്ന പ്രൈസ് ആണ്. ഇന്റർനാഷണൽ റിപ്പോർട്ടിംഗ് കാറ്റഗറിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ ചൈനാസ് ഡിറ്റൻഷൻ ക്യാമ്പ്സ് ഫോർ മുസ്ലിംസ്. മുസ്ലിംസിന് വേണ്ടിയുള്ള ഡിറ്റൻഷൻ, അവരെ പറ്റി കാരണമായി തടഞ്ഞു നിർത്തിയിട്ടുള്ള ക്യാമ്പുകളെ പറ്റിയാണ് ഉള്ള അന്വേഷണത്തിനാണ്. അത് ആർക്കാണ് കിട്ടിയേക്കണെന്ന് ചോദിച്ചിരിക്കുന്നത്?
Answer is ഒരാളല്ല ആക്ച്വലി, ഒരുപാട് പേരുണ്ട്. Megha Rajagopalan, Alison Killing, and Christoph Buchek of BuzzFeed News won Pulitzer Prize 2021 in international reporting category for reporting on China's detention camps for Muslims. It's a member of 3 panel journalists: Megha Rajagopalan, Alison Killing, Christoph Buchek. World Blood Donor Day is observed globally on dash every year. കഴിഞ്ഞുള്ളി അടുത്തല്ലേ, June 14 കേട്ടോ, June 14 World Blood Donor Day. Who among the following has won the French Open title 2021? പരീക്ഷയ്ക്ക് ചോദിക്കോട്ടാ. Novak Djokovic ആണ് സ്റ്റെഫാനോസ് ചിറ്റ്സിപ്പാസിനെ തോപ്പിച്ചിട്ട് ഫ്രഞ്ച് ഓപ്പൺ ടൈറ്റിൽ ഫോർ സെക്കൻഡ് ടൈം ഇൻ ഹിസ് കരിയർ, രണ്ടാമത്തെ പ്രാവശ്യമാണ് പുള്ളി നേടുന്നത്. Which of the following will become the world's first mask-free country in the corona period? മാസ്ക് ഇല്ലാതെ ജീവിക്കുന്ന ആദ്യ രാജ്യം ഏതായിരിക്കും? നമുക്ക് പത്രം വായിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ പറ്റും. Israel will become the world's first mask-free country in the corona period. Here the rule of applying mask in closed places will end from June 15. June 15 മുതൽ ക്ലോസ്ഡ് പ്ലേസുകളിൽ മാസ്ക് വെക്കാനുള്ള റൂള് മാറ്റാനുണ്ടായത്. Name the first village in India where the entire population above 80 years has been vaccinated. 18 വയസ്സിന് മീതുള്ള എല്ലാവരും വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ സ്ഥലം, വില്ലേജ് ഏതാണെന്ന് ചോദിക്കണേ. അതൊന്ന് കേട്ട് വെച്ചോ. Bayan, a village in district Bandipora, Jammu and Kashmir, has become the first village in the country where the entire population above 80 years has been vaccinated. Name the Bollywood actor who has been appointed as the new brand ambassador of biotechnology company MyLab Discovery Solutions. Akshay Kumar ആണ്. Akshay Kumar. Okay. Akshay Kumar. And you have some more questions. So what I'm trying to do is, you have one more slot of questions to discuss. But ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 1 hour ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുള്ളൂ. ആ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക്